ബിന്ദുകൃഷ്ണ, താങ്കൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷെ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും. അതായത് SDPIയുടെ സ്ഥാനാർത്ഥി, ലീഗിനെതിരെ മത്സരിച്ച SDPIയുടെ സ്ഥാനാർത്ഥി സൈനബ, അവരെ അവഹേളിക്കുന്ന രീതിയിൽ തന്നെയാണ് തെരുവിൽ പ്രതീകാത്മകമായി ബലാത്സംഗം ചെയ്യുന്ന ആഭാസ രംഗങ്ങളും ആഭാസ വാക്കുകളും ചേർത്തുകൊണ്ട് ലീഗിന്റെ പ്രവർത്തകർ ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതായത് ജയിച്ച ലീഗ് സ്ഥാനാർത്ഥി അലീമ, അവർക്ക് വേണ്ടി ആണ്, അവരുടെ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സൈനബ എന്ന SDPI സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവഹേളിച്ചിരിക്കുന്നത്. താങ്കൾക്ക് തുടരാം. ഞാനിപ്പോൾ കുറച്ച് വാക്കുകൾ കേൾക്കാൻ, കൂടുതൽ വ്യക്തമായിട്ട് അല്ലെങ്കിൽ പോലും കേൾക്കാൻ കഴിഞ്ഞു, ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല, സ്ഥലത്തല്ല. പക്ഷേ എന്ത് പറഞ്ഞാലും താങ്കൾ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ചാനലിലൂടെ പുറത്തുവിടുന്ന വാർത്ത വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു കാരണവശാലും കേരളം പോലുള്ള സംസ്ഥാനത്തിന് എന്ത് ന്യായീകരണത്താലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സ്ത്രീകളെ ഇത്തരത്തിൽ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉള്ളവർ ഏത് പാർട്ടിയിലുണ്ട് എങ്കിലും ആ പാർട്ടി ശക്തമായ നടപടിയെടുത്ത് ആ പാർട്ടിയിൽ അവർക്ക് തുടരുവാൻ അവസരം കൊടുക്കരുത്. അവർ ഈ സമൂഹത്തിൽ തന്നെ ബഹിഷ്കൃതരാകേണ്ടവരാണ്. അവരുടെ മാനസികാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ സമൂഹത്തിന് ഭീഷണിയാണ്. ഇന്ന് അവരുടെ എതിർ സ്ഥാനാർത്ഥിയോടുള്ള തീർത്താത്ത വൈരാഗ്യമാണ് ഇത്തരമുള്ള പ്രവർത്തനങ്ങളിൽ കലാശിച്ചുവെങ്കിൽ നാളെ അവർക്കെതിരായിട്ട്, അവരുടെ ചിന്തകൾക്കെതിരായി വരുന്ന ആരെയും ഇത്തരത്തിൽ ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും ഇരയാക്കുവാനുള്ള വ്യഗ്രത അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മുസ്ലിം ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തരമായി പ്രതികരിക്കേണ്ടത് ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പരിണതപ്രതിനിധ രാഷ്ട്രീയ പാർട്ടി ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന്. നമ്മുടെ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നു. കൈരളി പീപ്പിൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ശരിയാണെങ്കിൽ തീർച്ചയായും ഇത് അങ്ങേയറ്റം പ്രതിലോമകരമായ ചിന്തയാണ്. ഈ ചിന്ത ഒരു നിമിഷം പോലും നമ്മുടെ സമൂഹത്തിൽ വെച്ചു പുലർത്താൻ അനുവദിച്ചുകൂടാ. താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് ചെറുപ്പക്കാരാണ് ഇത് ചെയ്യുന്നതാണെന്ന്. ചെറുപ്പക്കാരെയാണ് ഒരു സമൂഹം ഏറ്റവും കൂടുതൽ നന്മയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ചെറുപ്പക്കാരിൽ നിന്ന് ഇത്രയും തെറ്റായ പ്രവണതകൾ ഉണ്ടായാൽ അതിനെ മുളയിലേ നുള്ളേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യവും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് എല്ലാവരും ഒറ്റക്കെട്ടാണ് എങ്കിൽ പോലും അക്കാര്യത്തിൽ അവർ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ആ നിലയ്ക്ക് ബഹുമാന്യരായ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. പ്രതീകാത്മകമാണ് എങ്കിൽ പോലും ഇത് കേസെടുക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ സ്ത്രീയെ ഉപഭോഗ വസ്തുവായി മാത്രം കരുതുന്ന ആളുകളുടെ ചിന്തകൾ ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയുന്നതല്ല. ശ്രീമതി ബിന്ദുകൃഷ്ണ, താങ്കളുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അതായത് കണ്ണൂർ മാട്ടൂൽ മടക്കര ഈസ്റ്റിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും ആഭാസകരമായ രീതിയിൽ തെരുവിലാണ്, പ്രത്യേകിച്ച് ഒരു പ്രകടനമായി എത്തുകയും തെരുവിൽ വെച്ച് ഒരു സ്ത്രീയെ പ്രതീകാത്മകമായി, ഒരു പുരുഷൻ തന്നെ സ്ത്രീയുടെ വേഷം കെട്ടുകയും സൈനബ എന്നുള്ള എതിർ സ്ഥാനാർത്ഥിയുടെ പ്രതീകാത്മക വേഷം ധരിക്കുകയും അതിനെ തെരുവിൽ വെച്ച് മാനഭംഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് മലയാളി സമൂഹം ഏറെ നാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. അതിന് ലീഗ് നേതൃത്വം എത്രമാത്രം ഉത്തരം പറയേണ്ടതുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും ഇത്തരം ആളുകൾ ഇത്തരം പ്രവർത്തികൾ ചെയ്താൽ സ്വാഭാവികമായും അതിനെതിരെ കർശനമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ട ഉത്തരവാദിത്വം പ്രാഥമികമായി ആ പാർട്ടിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും മുസ്ലിം ലീഗ് നേതൃത്വം ഇതിൽ ഇടപെട്ടുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതുകൂടാതെ തന്നെ ക്രിമിനൽ കേസ് എടുക്കാൻ പോലീസും തയ്യാറാകണം. ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പെരുമാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിനാകില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതിന്റെ പേരിൽ സ്ത്രീയെ തെരുവിൽ, ഒരുപക്ഷെ അവരെ ശരീരം അവരെ നേരിട്ട് കിട്ടാത്തത് കൊണ്ട് അവരെ പ്രതീകമുണ്ടാക്കി ഇങ്ങനെയൊക്കെ സമരം ചെയ്യുന്ന പ്രതീകാത്മക സമരങ്ങൾ ഒരുപാട് നയിച്ചിട്ടുള്ളത്, ഒരുപാട് ദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ് മലയാളികൾ. പക്ഷെ ഇത്തരത്തിൽ ആളുകളെ അപമാനിക്കാനും ഇല്ലായ്മ ചെയ്യാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും തരത്തിലുള്ള ഒരു പ്രതീകാത്മക സമരം എന്ന് പ്രതീകാത്മകമായി കാണിക്കുന്ന ഈ കാര്യങ്ങൾ കേരളത്തിന് അങ്ങേയറ്റം അപമാനകരമാണ്, അവഹേളനപരമാണ്. ഇത് ഒരു കാരണവശാലും ഒരാൾക്കും ബുദ്ധിയുള്ള വിവേകമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അപമാനമാണ്. പ്രത്യേകിച്ച് കണ്ണൂര് രാഷ്ട്രീയ സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജില്ലയാണ്. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റം നടത്തിയത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അടിയന്തരമായി മുസ്ലിം ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, താങ്കളിലേക്ക് തിരികെ എത്തിയപ്പോൾ ഡോക്ടർ TN സീമ MP കൂടി നമ്മോടൊപ്പം ലേലുണ്ട്. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾക്ക് ഒരിക്കൽ കൂടി പോകാം.
ഡോക്ടർ ടി എൻ സീമ എം പി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഡോക്ടർ ടി എൻ സീമ, താങ്കൾ ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകാം. കണ്ടിട്ടില്ലെങ്കിൽ അതിലെ വാക്കുകൾ താങ്കൾക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാകാം. കാര്യങ്ങൾ ഇതാണ്, അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട SDP-യുടെ സൈനബ എന്ന സ്ഥാനാർത്ഥിയെ പ്രതീകാത്മകമായി തെരുവിൽ ആഭാസകരമായി ചിത്രീകരിക്കുന്ന, ബലാത്സംഗം ചെയ്യുന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കണ്ണൂർ മാട്ടൂൽ മടക്കരയിൽ നിന്നും ഒരു സംഘം യുവാക്കളുടേതായ രീതിയിൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗ് പ്രവർത്തകരാണ് ഇത്തരം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പ്രതീകാത്മകമായിട്ട്. എങ്കിലും ഒരു പുരുഷനാണ് സ്ത്രീ വേഷം കെട്ടി ആ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ദൃശ്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. ഏത് രീതിയിലാണ് താങ്കൾ ഇതിനെ കാണുന്നത്? അങ്ങേയറ്റം അവഹേളനപരമായിട്ടുള്ളൊരു ദൃശ്യമാണ്. ഞാൻ ഈ ദൃശ്യം കാണുന്നുണ്ട് ഇപ്പോ. എങ്ങനെയാണ് ഇത്തരത്തിലൊരു പരസ്യമായിട്ട് ഇത്തരം ഒരു കാര്യം ചെയ്യാനായിട്ട് ലീഗിന്റെ പേരിലായാലും കൊള്ളാം, എന്തിന്റെ പേരിലായാലും കൊള്ളാം, ആളുകൾക്ക് കഴിയുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് എല്ലാവരുടെയും മുഖം ദൃശ്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് നടപടിയെടുക്കേണ്ടതാണ്. കാരണം ഇത് എന്ത് ആഘോഷത്തിന്റെ പേരിലായാലും സ്ത്രീകളെ പരസ്യമായിട്ട് ശാരീരികമായി അത്തരത്തിൽ പ്രതീകാത്മകമാണ് എന്ന് പറയുമ്പോഴും എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഒരു പർദ്ദയോടൊക്കെ ഇവർ കാണിക്കുന്ന അവരുടെ സമീപനം എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവരുടെ ഒരു കാപട്യത്തെയാണ് ഇത് കാണിക്കുന്നത്. അത്തരത്തിലൊരു സ്ത്രീയെ, ഒരു പർദ്ദയിട്ട ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വേഷം കെട്ടുന്നു എന്ന് പറയുമ്പോഴും അവരെ ശാരീരികമായും അല്ലാത്ത രീതിയിലും ഒക്കെ എങ്ങനെയാണോ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ എത്രമാത്രം ജുഗുപ്സ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൃത്തികേടുണ്ടോ അത് മുഴുവൻ പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് ഒരു നിമിഷം താമസിക്കാൻ പാടില്ല. മുസ്ലിം ലീഗ് നടപടിയെടുക്കോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഡോക്ടർ ടി എൻ സീമ, അതോടൊപ്പം തന്നെ ലീഗിന്റെ ഈ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ട്. പ്രത്യേകിച്ച് ആ തെരുവിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പ്രതീകാത്മകമായി ബലാത്സംഗം ചെയ്യുക, ഒരു പുരുഷനെ പർദ്ദയണിഞ്ഞ് സ്ത്രീവേഷം കെട്ടുകയും അവരെ എതിർ സ്ഥാനാർത്ഥിയായ സൈനിബിയുടെ പേരിട്ട് വിളിക്കുകയും അവരെ സദാചാര വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുക. എത്രത്തോളം ഏത് രീതിയിലുള്ള ധൈര്യമാണ് ഇവർക്ക് ലഭ്യമാകുന്നത്? അല്ല, ഇതൊന്ന് ആചാരവിരുദ്ധം എന്നല്ല, ഇത് ക്രൈമാണ്, ഇത് അക്രമമാണ്, അതിക്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു സംസ്കാര ശൂന്യതയുടെ ഭാഗമായിട്ടും സ്ത്രീവിരുദ്ധതയുടെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ടാവണം. അങ്ങേയറ്റത്തെ പുരുഷ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അത് കാണിച്ചാലും അല്ലെങ്കിൽ അത് ചെയ്താലും ഒന്നുമില്ല എന്നുള്ള തരത്തിലാണ് ആ ഒരു മനോഭാവത്തിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇവരത് സദാചാര വിരുദ്ധമോ സ്ത്രീകളുടെ മോഡസ്റ്റിയെ ആക്രമിക്കുന്നതൊന്നും, ഇത് ക്രൈമാണ്. നിലവിലിരിക്കുന്ന ഏത് നിയമം വെച്ചുകൊണ്ടും, സ്ത്രീ സംരക്ഷണ നിയമം വെച്ചുകൊണ്ടും ഇവരെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം 2013 ക്രിമിനൽ ലോ അമെന്റ്മെന്റ് ലോ പ്രകാരം തന്നെ, നിയമപ്രകാരം തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ ആർക്ക് വേണമെങ്കിലും ഒഴിഞ്ഞു മാറുന്ന രീതിയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ ധാർമ്മികതയൊന്നും കുറിച്ചൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. പക്ഷെ ഈ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിൽ പോലീസ് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്നുള്ളതാണ്. ഡോക്ടർ ടി എൻ സീമ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലടക്കം അതീവ ഗൗരവമുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ലീഗ് പ്രവർത്തകർ ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ നിർഭാഗ്യകരമായ ഒരു കാര്യം. അവർ അതിന് പറയുന്ന ന്യായം പല സ്ഥലങ്ങളിലും ഇത്തരം ദൃശ്യങ്ങളുടെ സാമ്യമുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അതായത് വിജയിച്ച സ്ഥാനാർത്ഥിയെ എടുത്തുയർത്തുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഇതിലെന്താണ് ഇത്ര നിന്ദ്യമായിട്ടുള്ളത് എന്ന രീതിയിലാണ് അവരുടെ ഒരു പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് വിജയിച്ച സ്ഥാനാർത്ഥി ആണായാലും പെണ്ണായാലും നമ്മൾ മാലയിടുകയും ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യും. അതാണ് ഈ ചെയ്യുന്നത്. ഇതൊരു സ്ത്രീയെ പ്രതീകാത്മകമായിട്ട് ഒരു സ്ത്രീയെ നിർത്തി ഒരു പുരുഷൻ സ്ത്രീ വേഷമണിഞ്ഞ് അവരെ പ്രത്യേകിച്ച് പർദ്ദ ഇട്ടുകൊണ്ടാണ് കാണിക്കുന്നത്. അവരുടെ ശരീരഭാഗങ്ങളിൽ പിടിക്കുകയും വല്ലാത്ത ആഭാസകരമായ രീതിയിൽ പർദ്ദ പൊക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഇത് വാസ്തവത്തിൽ ഒരു റേപ്പ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ വയലൻസിന്റെ അതിന്റെ തത്തുല്യമായ ചേഷ്ടകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കഴിയാതെ പ്രകടനത്തിൽ കാണിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു ന്യായീകരണമല്ല, അത് വിവരക്കേടും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ അഹങ്കാരമാണ് കാണിക്കുന്നത്. അതിനൊന്നും ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല.
പല ആളുകൾ ഇനി ന്യായീകരിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ തള്ളി പറഞ്ഞുകൊണ്ടൊക്കെ വരും. പക്ഷെ ഈ കൂട്ടർ കാണിച്ചിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഇത് ഈ തരത്തിൽ സോഷ്യൽ നെറ്റ്വർക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ തന്നെ വ്യാപിക്കുന്നതും അത് അവസാനിപ്പിക്കേണ്ടതാണ്. ഡോക്ടർ ടി എൻ സിനിമ, അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള ഒരു കാര്യമുണ്ട്. അതായത് തെരുവിൽ വെച്ച് ഇത്തരം ആഭാസങ്ങൾ കാണിക്കാൻ ഇവർക്ക് ആരാണ് ധൈര്യം നൽകുന്നത്? പ്രത്യേകിച്ച് ഭരണം തങ്ങളുടെ കയ്യിലാണ്, ലീഗിന്റെ ചുൽപ്പടിയിലാണ്, അതുകൊണ്ട് തന്നെ തങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള ഹുങ്ക് തന്നെയാണോ പ്രത്യേകിച്ച് ഇവരെ ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് നയിച്ചത്? പ്രത്യേകിച്ച് ലീഗ് നേതൃത്വം ഇപ്പോഴും മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അണികളെ കെട്ടഴിച്ച് വിട്ട് ആർക്ക് വേണമെങ്കിലും വഴി നടക്കേണ്ട പുള്ളിക്ക് വേണമെങ്കിലും അണിയായി മാറാന്നുള്ളൊരു അവസ്ഥയാണ് ലീഗിലൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പൊ ചപ്പരപ്പടവ് തോറ്റതിന് കോൺഗ്രസ് പാർട്ടി ഓഫീസിന് പറ്റിയടിച്ച ആളുകളല്ലേ ഇവര്. അപ്പൊ അത്തരത്തിൽ നേതൃത്വം മുതൽ താഴേക്ക് കാണുന്ന ഒരു തരത്തിലൊരു ഒരു അച്ചടക്കമില്ല, സദാചാരമില്ല, ധാർമ്മിക ബോധമില്ല, അത്തരത്തിൽ ഏറ്റവും അധപ്പതിച്ച ഒരു സംസ്കാരത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രകടനമാണ് ഇതൊരു. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഒരു പെട്ടെന്നൊരു പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു ധൈര്യമല്ല, മറിച്ച് ഇവർ മോളിൽ താഴേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. അഴിമതി ആയാലും കൊള്ളാം, കൊള്ളരുതായ്മ ആയാലും കൊള്ളാം, അതൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഭരണത്തിന്റെ തണലിൽ തന്നെയാണ് അന്തരീക്ഷം ഉണ്ടാകുന്നത്. അതിന്റെ കൂടി സംരക്ഷണത്തിലാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, പോലീസിന് ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതാര് സംരക്ഷിക്കുന്നു എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. പോലീസിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിലവിലിരിക്കുന്ന നിയമം നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് മറ്റൊരു തരത്തിലുള്ള ഇടപെടലും കൂടാതെ പോലീസ് അടിയന്തരമായി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പർദ്ദയണിഞ്ഞ ഒരു സ്ത്രീയെ, പ്രതീകാത്മകമായി സ്ത്രീവേഷം കെട്ടിയ പർദ്ദയണിഞ്ഞ ഒരു സ്ത്രീയെ തന്നെയാണ് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പർദ്ദ എന്ന വേഷം അവരുടെ ആചാര അനുഷ്ഠാനത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ്. അത്തരത്തിൽ മതത്തെ അല്ലെങ്കിൽ മതബോധത്തെ കൂടി അപമാനിക്കുന്ന ഒരു തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. പർദ്ദയോടുള്ള ഇവരുടെ ഒരു സമീപനം എന്താണ്, ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് വ്യക്തമാവുന്നില്ലേ? പർദ്ദ എന്ന് പറയുന്നത് മതപരമായ ആചാരം, വേഷവിധാനം മാത്രമല്ല, അതിനകത്ത് സ്ത്രീക്ക് സംരക്ഷണം കൂടിയുണ്ട് എന്നൊക്കെയാണ് സാധാരണ മുസ്ലിം മത നേതാക്കളൊക്കെ പറയാറുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ സ്ത്രീകളെ പർദ്ദയിലേക്ക് കൊണ്ടുവന്ന് അവർ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പർദ്ദയോട്, അല്ലെങ്കിൽ ഒരു പർദ്ദ എന്ന് പറയുന്നത് അവിടെ സ്ത്രീയുടെ ഒരു ഈ സ്ഥാനാർത്ഥിയുടെ തന്നെ ഒരു ഐഡന്റിറ്റി മറച്ചു പിടിക്കാനും എന്നാൽ പ്രതീകാത്മകമായിട്ട് അവരെ കാണിക്കാനുള്ള ഒരു സാധനമായിട്ട് പർദ്ദ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പർദ്ദയാണ് അവരെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ഇതിന് എത്ര പേര് മത നേതാക്കൾ ഒരു മത അധിക്ഷേപമായിട്ട് കൊണ്ടുവരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സ്ത്രീകളെ ബാധിക്കുന്ന കാര്യമാണല്ലോ, അത് അത്ര അധിക്ഷേപമായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നൂല. പക്ഷെ വാസ്തവത്തിൽ ഇത് ഒരു മതപരമായ ആചാരത്തെ മാത്രമല്ല, ഒരു സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു കാര്യത്തെ തന്നെയാണ് ചോദ്യം ചെയ്യിക്കുക. അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് എത്ര ആത്മാർത്ഥതയുണ്ട്, അതിൽ പെടുന്ന ആളുകൾക്ക് തന്നെ എത്ര ആത്മാർത്ഥതയുണ്ട്, ഇതിനോടുള്ള സമീപനം എന്താണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള അവരുടെ സമീപനം എന്താണ് എന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. അങ്ങേയറ്റത്തെ കാപട്യമാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനകത്തെ ആ ഒരു ക്രിമിനൽ സ്വഭാവം നമുക്ക് അത് മാറ്റിവെക്കാൻ സാധിക്കില്ല. മതവും സദാചാരവും ഒക്കെ അത് ഇതിനകത്ത് ബാധിക്കും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനം ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്നുള്ളതാണ്. ടി എൻ സിനിമ, താങ്കളിലേക്ക് വളരെ വേഗം തിരികെയെത്ത ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ ഒരു വിഷയത്തിൽ പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന രീതിയിലാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. താങ്കൾ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. ഏത് രീതിയിലുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട, സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്. ഓബ്ജക്റ്റ് സ്ത്രീ ആണോ എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഈ പ്രതീകാത്മകമായ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ പറയുന്നുണ്ട്. ആംഗ്യത്തിലൂടെയോ സ്പർശത്തിലൂടെയോ പ്രവൃത്തിയിലോ ഏത് തരത്തിലുള്ള ആംഗ്യം പോലും, സ്ത്രീയെ മോശമായി കാണുന്ന തരത്തിലുള്ള ആംഗ്യം പോലും കുറ്റകരമാണെന്നിരിക്കെ, സ്ത്രീ അല്ല എങ്കിൽ പോലും സ്ത്രീയാണെന്ന് സങ്കല്പിച്ചാണല്ലോ, അവരുടെ രാഷ്ട്രീയ എതിരാളിയാണെന്ന് സങ്കല്പിച്ചാണല്ലോ അവരാ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് വീഡിയോയിലൂടെ പുറത്തു വരുന്നത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും, സോഷ്യൽ നെറ്റ്വർക്കിൽ ഉടനീളം പലയിടങ്ങളിലായി ഒരുപാട് സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ പലപ്പോഴായി കടന്നു വരുന്നുണ്ട്. നമ്മുടെ പൊതുസമൂഹം മുഴുവൻ അതിനു നേരെ കണ്ണടക്കിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ ആധികാരികത അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അത്തരം ഇടങ്ങളിൽ നിന്ന്, പൊതു ഇടങ്ങളിൽ നിന്ന് മാറ്റുന്നതിനുള്ള ആർജവം നമ്മുടെ സമൂഹം ഇപ്പോഴെങ്കിലും കൈവരിക്കേണ്ട അതിന്റെ പ്രസക്തിയെ കുറിച്ച് കൂടി ഈ വിഷയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്
ഫേക്ക് ഐ ഡി എന്ന് വരുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ആളുകൾ ഇന്ന അവസരത്തില് എല്ലാവരും കൂടെ നിൽക്കെ ചെയ്യുന്നു. ആഘോഷം എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുമ്പോഴായിരിക്കുമല്ലോ. അങ്ങനെ ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കുറ്റകൃത്യത്തിന്റെ തീവ്രത വർദ്ധിക്കുകയാണ്. ഒരു സമൂഹം, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, ഒരു സമൂഹം, ആ പ്രദേശത്തെ പൊതുസമൂഹത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പരാജയപ്പെടുന്ന സ്ത്രീയെ ഞങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യും എന്ന സന്ദേശമല്ലേ സമൂഹത്തിന് നൽകുന്നത്? പരാജയപ്പെട്ടാലും ജയിച്ചാലും സ്ത്രീ ഏത് മേഖലയിൽ എങ്ങനെ കടന്നു വന്നാലും ഇത്തരത്തിൽ ഞങ്ങൾ സ്ത്രീയെ ഇങ്ങനെ ആക്കും എന്നൊക്കെയുള്ള സന്ദേശം നൽകുന്നത് അതും ചെറുപ്പക്കാരാണ്. അവരാണ് നാളെ ഈ നാടിനെ നയിക്കേണ്ടത്. മിനിമം ആ പ്രദേശത്തെങ്കിലും നയിക്കേണ്ടവരാണ്. ഒരുപാട് കുടുംബങ്ങളെ നയിക്കേണ്ടവരാണ്. അവരൊക്കെ ആ ചെറുപ്പക്കാർ ഇത്തരത്തിൽ അധപ്പതിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാറില്ല. ഈ അധപ്പതനത്തിന്റെ മനോഭാവം ഇവിടെ വെച്ച് തന്നെ നിർത്തണം. കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതാണ്. കൃത്യമായ നിയമ നടപടി ഉണ്ടാകേണ്ടതാണ്. കൃത്യമായ കേസ് എടുത്ത് അന്വേഷിച്ച് അതിന് ശക്തമായ നടപടി ഉണ്ടാകണം. പിന്നെ വനിതാ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പരാതി കിട്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ കാര്യമില്ല. സുമോ മോട്ടോ കേസ് എടുക്കുവാൻ വനിതാ കമ്മീഷൻ തയ്യാറാകണം. ഇന്നൊരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് നടപടി ഉണ്ടായെങ്കിൽ നാളെ ഇതിന് അനുകൂലം കിട്ടി, അല്ലെങ്കിൽ ഇതിന് ആരെങ്കിലും ഒക്കെ പിന്തുണയ്ക്കും. കാരണം മാനസിക മേഖലയിൽ ഉള്ളവർ ഒരുപാട് ഈ സമൂഹത്തിലുണ്ട്. ചിലരൊക്കെ പുരോഗമന ആശയങ്ങളുടെ മേൽമൂടി അണിഞ്ഞുകൊണ്ട് സ്ത്രീകളെ അവരെ സഹായിക്കാനെന്ന ആ ഭാഷയില് ആ വ്യാജേന അവരെ ആക്രമിക്കും. ചിലർ വാക്കുകൊണ്ട് ആക്രമിക്കും, ചിലർ പതിയിരുന്ന് രഹസ്യം പറഞ്ഞ് ആക്രമിക്കും. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരസ്യമായി ചെയ്യുന്നു. ഈ പരസ്യമായി ചെയ്യുന്നതിന് നേരെ നമ്മൾ മൗനമായി അതിനെ കണ്ടുകൊണ്ടിരുന്നാൽ അത് പ്രതീകമല്ലേ എന്ന് കരുതിയിരുന്നാൽ നാളെ ഇത് തീർച്ചയായും താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തം തന്നെയാണ്, വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. താങ്കളേക്ക് വളരെ വേഗം തിരികെത്തി. ഇപ്പോൾ മാധ്യമപ്രവർത്തകയായ ശ്രീമതി ഷാഹിനിയും അതോടൊപ്പം തന്നെ ഷാഹിദ കമാൽ കൂടി, കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷാഹിദ കമാൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ഷാഹിന, താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ മടക്കര എന്ന തീരദേശ മേഖലയിൽ നിന്നുള്ള ഈ ദൃശ്യം ഇപ്പോൾ കേരളം അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ മാലോകരൊക്കെയും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ അറിവിലേക്കായി, താങ്കളുടെ രണ്ടുപേരുടെയും കാഴ്ചയിലേക്കായി ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. ഷാഹിന, താങ്കൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, യുവാക്കൾ, കണ്ണൂർ മാട്ടൂർ മരക്കരയിലെ ഒരു സംഘം യുവാക്കൾ തോറ്റ സ്ഥാനാർത്ഥിയെ, SDP സ്ഥാനാർത്ഥിയാണ് തോറ്റത്, അവിടെ ലീഗിന്റെ എതിരാളിയായിട്ട് മത്സരിച്ച ആ സ്ഥാനാർത്ഥിയെ പേര് വിളിച്ച് ആ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിൽ ഒരു പുരുഷൻ ഒരു പർദ്ദയണിഞ്ഞ സ്ത്രീയുടെ വേഷം കിട്ടുകയും ആ സ്ത്രീയെ സൈനബ എന്ന് പേര് വിളിക്കുകയും അവരെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് മതവിശ്വാസത്തെ പോലും അവഹേളിക്കുന്ന, സ്ത്രീത്വത്തെ അങ്ങേയറ്റം നിന്ദിക്കുന്ന രീതിയിൽ തന്നെയാണ് ദൃശ്യങ്ങൾ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ പ്രതികരണം? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഇവർക്കൊക്കെ എന്ത് മതവിശ്വാസമാണ്, ഇവർക്കൊക്കെ എന്ത് സമൂഹമാണ്, എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത്? ഇവരൊക്കെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ്. അവസരം കിട്ടിയാൽ ബലാത്സംഗം ചെയ്യുന്നവരാണ് അവരെന്ന ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇത് കേസെടുക്കേണ്ടതാണ്. ഇത്രയും ദൃശ്യങ്ങൾ ലഭ്യമായ സ്ഥിതിക്ക് ഇത് കേസെടുക്കേണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നവർക്കെതിരെ കേസെടുത്ത് വളരെ ഗുരുതരമായി തന്നെ, വളരെ ഗൗരവമായി തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഇത്. എനിക്കിതിനകത്ത് വലിയ അത്ഭുതവും ഞെട്ടലും ഒന്നുമില്ല. കാരണം സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നതിനെതിരെ വളരെ ശക്തമായ തോതിൽ അതിന് ചെറുക്കുക, എങ്ങനെയും സ്ത്രീകളെ വീടിനകത്തേക്ക് തിരിച്ചുകൊണ്ടു പോവുക എന്നുള്ള ഒരു അജണ്ട ഇവർക്കൊക്കെ തന്നെയുണ്ട്. ഇപ്പം പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ 50% അതിൽ കൂടുതലും, ഈ റിസർവേഷനിൽ മാത്രമല്ല ജനറൽ സീറ്റിലും സ്ത്രീകൾ മത്സരിച്ച് 50% കൂടുതൽ സ്ത്രീകൾ പൊതുമണ്ഡലത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് വിറലി പിടിച്ചിട്ടില്ല. അതിൽ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവർ. ഷാഹിന, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാഹചര്യം ലീഗിന്റെ അടക്കം, മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള നേതൃത്വത്തിന്റെ ഇടയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. ആ ഒരു സ്ത്രീ വിരുദ്ധത പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുള്ളതുമാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണോ ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? അല്ല, ഞാനിത് മുസ്ലിം ലീഗിന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അപ്പൊ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് പ്രത്യേകമായുള്ള ഒരു പ്രശ്നമാണ് ഇത് എന്ന് ഞാൻ കാണുന്നില്ല. മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലുള്ള പലരും അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പൊതുവായി വരുന്ന ഇത്തരത്തിൽ പലപ്പോഴായി വന്നിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ, സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്
ാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരെ ലെജിറ്റിമൈസ് ചെയ്യാണ് ഒരു തരത്തിൽ. ഈ ആളുകൾ ഒരു തരത്തിലുള്ള മതവിശ്വാസമുള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവർ എന്തെങ്കിലും മൂല്യങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും ഇത്തരം മനുഷ്യരുടെ ഇത്തരം പ്രവർത്തികൾ, ഇത്രയും ഹീനമായ പ്രവർത്തികളെ ലെജിറ്റിമൈസ് ചെയ്യാനായിട്ട് അത്തരം പ്രസ്താവനകളും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലീഗ് അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെയും അത്തരം പ്രസ്താവനകൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയ എല്ലാ സാമുദായിക നേതാക്കളും ഇപ്പൊ നടന്ന ഈ സംഭവത്തിന് ഉത്തരവാദികളാണ് എന്ന് ഞാൻ പറയും. ഇത് അവിടെ കൂടിയ ആ ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു ആൾക്കൂട്ടം മാത്രമല്ല ഇതിന് ഉത്തരവാദികളാകുന്നത്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നതിനെതിരെ പ്രസ്താവന നടത്തിയ എല്ലാവരും ഇതിന് ഉത്തരവാദികൾ. അവർക്കൊക്കെ തന്നെ ഇതിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം. അതോടൊപ്പം ഷാഹിന, സോഷ്യൽ മീഡിയകളിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പല ലീഗ് പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന തീരദേശ മേഖലയിലുണ്ടായ ഈ ഒരു സംഭവത്തെ പല മേഖലയിലും, അതായത് കേരളം അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇതിനെ അനുകൂലിക്കുന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് പലയിടങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ, വിജയിച്ച സ്ഥാനാർത്ഥിയെ എടുത്തുയർത്തുകയും ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ എന്ന രീതിയിലാണ് അവർ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ലീഗിന്റെ നേതൃത്വം ഇതിനെ ഒരു തരത്തിലും തിരുത്തലുമായി, വിമർശനവുമായി, പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതും ഗൗരവമുള്ളതാണ്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ലീഗിന്റെ നേതൃത്വം ഇതുവരെയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ അവർ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണ് എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കാരണം ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട്. ഈ രാജ്യത്തെ ഭരണഘടന ഇവിടുത്തെ പൗരന്മാർക്ക്, സ്ത്രീകളടക്കമുള്ള പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന പൗരാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇതൊക്കെ. ഭരണഘടന വെച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, ഖുറാനും ഹദീസും ഒന്നും നോക്കിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് അവർക്ക് വലിയ തോതിൽ ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് മാത്രമേ എനിക്കിപ്പോ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. മറ്റൊന്ന്, ഈ വിജയാഘോഷ പരിപാടികളിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ത്രീകളെ സ്ത്രീകൾ നൃത്തം വെക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ ഇത്തരത്തിലുള്ള ഒരു സംഗതിയുമായി താരതമ്യപ്പെടുത്തി പറയുന്നവർ കടുത്ത മനോരോഗികളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്ത്രീകളെ വെറും ശരീരമായി മാത്രം കാണുന്ന, അവസരം കിട്ടിയാൽ ഭോഗിക്കാനുള്ള വെറും ശരീരമായി മാത്രം കാണുന്ന അങ്ങേയറ്റത്തെ വികലമായിട്ടുള്ള മനോഭാവമാണ് ഇവർക്കൊക്കെ ഉള്ളത്. വിജയാഹ്ലാദ പ്രകടനം നടത്തുന്ന സ്ത്രീകളെ, അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്ന് റോട്ടിൽ നൃത്തം ചവിട്ടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നടന്നിട്ടുള്ള ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ചെയ്യുന്നവർക്ക് മനോരോഗമാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. ഷാഹിന, താങ്കളിലേക്ക് തിരികെ ഇപ്പോൾ ഷാഹിദ കമാൽ കൂടി, മഹിളാ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷാഹിദ കമാൽ കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ഷാഹിദ, താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടു കാണും. കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഏത് രീതിയിലാണ് താങ്കൾ പ്രതികരിക്കുന്നത്? അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ലീഗ് സ്ഥാനാർത്ഥികൾ, അതായത് സ്ത്രീ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരുടെ ചിത്രം പോസ്റ്ററുകളിൽ പതിക്കാതെ ഭർത്താവിൻ്റെ ചിത്രം പതിക്കുന്ന, അതായത് സ്ത്രീ വിരുദ്ധമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ലേ? ഏത് രീതിയിലാണ് താങ്കൾ ഇതിനെ കാണുന്നത്? വളരെ മ്ലേച്ഛവും പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കപ്പെടാനാകാത്തതുമായ ഒരു സംഭവമായിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ഇത് എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ എത്ര ഉയർന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ വന്നാലും സ്ത്രീ സമൂഹത്തെ ഇന്നും ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളായാലും സംഘടനകളായാലും ഒക്കെ തന്നെ അതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് മാത്രമേ ഈ പ്രവൃത്തിയെ കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ അധികാരികൾ തയ്യാറാകണം. ഇത് മേലിൽ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനും സാമൂഹ്യ പ്രവർത്തനം നടത്തുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അധികാരികൾ ഇതിൽ ഇടപെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ അധികാരികൾ ഇടപെടുന്നതിന് മുമ്പേ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവർക്ക് താക്കീത് നൽകേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇത്തരം ഹീനമായ പ്രവൃത്തി ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുകയല്ലേ വേണ്ടത്?
തീർച്ചയായിട്ടും എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എടുത്തേ മതിയാവൂ. കാരണം ഇല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് പോലും സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 100% സാക്ഷരത നേടിയ ഒരു കേരളത്തിൽ കാണിക്കുന്ന ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ലോകം മുഴുവൻ കാണുമ്പോൾ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അപമാനഭാരത്താൽ തലകുനിക്കുകയാണ്. ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ ശക്തമായ നടപടികൾ എടുക്കണം. കാരണം തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമുക്കറിയാം 50% സംവരണം നൽകി സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയപരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ സമൂഹത്തിൽ അപമാനിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീയോ ഒരു സൈനികയോ അല്ല, കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളുമാണ് അപമാനിക്കപ്പെടുന്നതെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഷാഹിദ, താങ്കളിലേക്ക് തിരികെ എത്താം. ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ വനിതാ ലീഗ് നേതാവായിട്ടുള്ള നൂർദീന റഷീദ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി നൂർദീന, താങ്കൾ ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരൊക്കെയും ഏകസ്വരത്തിൽ പറയുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത അവഹേളനമാണ്, മതത്തെ നിന്ദിക്കുന്നു, സ്ത്രീത്വത്തെ നിന്ദിക്കുന്നു. ഈ രീതിയിൽ തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞുറപ്പിക്കുന്നത്. താങ്കൾ ഏത് രീതിയിലാണ് കാണുന്നത്? താങ്കളുടെ പ്രതികരണം. സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല, പീപ്പിൾസ് ടിവിയുടെ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് എന്നെ കണക്ട് ചെയ്യുന്നത്. ഞാൻ ഓഫീസ് കാര്യങ്ങൾ ഇരിക്കുകയാണ്. അതായത് താങ്കളുടെ അറിവിലേക്ക് ഞാൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കാം. അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട വനിതയെ പ്രതീകാത്മക ബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ഒരു സംഘം ചെറുപ്പക്കാർ. അവരുടെ ആഭാസമാണ്, തീർത്തും ആഭാസം എന്ന രീതിയിൽ തന്നെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഒരു പുരുഷനെ SDPയുടെ സ്ഥാനാർത്ഥിയാണ് ലീഗ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത്. ആ സൈനബയുടെ വേഷം ഒരു പ്രതീകാത്മകമായി ഒരു പുരുഷൻ ധരിക്കുന്നു, അതായത് ഒരു പർദ്ദ ധരിക്കുന്നു. ആ പർദ്ദയണിഞ്ഞ പുരുഷനെ ഒരു പറ്റം യുവാക്കൾ സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, വളരെ ആഭാസകരമായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം ലൈംഗിക വൈകൃതങ്ങൾ പ്രകടമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെയും ഒരു തെരുവിലാണ് എന്ന് ഓർക്കണം. അതായത് ചുറ്റും ആൾക്കൂട്ടം നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീയെ, ഒരു മതവിശ്വാസത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്നത്. കണ്ണൂർ മാട്ടൂലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. തീർച്ചയായും ലീഗ് പ്രവർത്തകർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ചെയ്തത് ആരാണെങ്കിലും ലീഗ് പ്രവർത്തകരാണ് ഇതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാണ്. ദൃശ്യങ്ങളാണല്ലോ ഏറ്റവും വലിയ. ഞാൻ കാണുന്നില്ല. താങ്കൾ കാണുന്നില്ലെങ്കിലും ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആര് ചെയ്തതാണെങ്കിലും ചെയ്ത കുറ്റകൃത്യം തെറ്റാണ്. ആ കുറ്റകൃത്യം നടക്കാൻ പാടില്ല. കേരളത്തിൽ പൊതു സാക്ഷരത, നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഈ കേരളത്തിൽ, ഈ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീയെയും നമ്മൾ ആരും തന്നെ അപമാനിക്കാൻ പാടില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ജയവും തോൽവിയും എല്ലാവരും നേരിടുന്നതാണ്. എനിക്ക് തീർത്തും പറയാനുള്ളത് അതിന്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കണം. ഈ വിഷ്വൽ മീഡിയ എവിടുന്ന് വന്നു? ഈ വിഷ്വൽ മീഡിയയുടെ പ്രചരണത്തിന്റെ ഉത്ഭവസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ യഥാർത്ഥത്തിൽ ആരാണ് കുറ്റവാളികൾ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടുന്ന നിയമ ഈ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ മാട്ടൂൽ മടക്കര ഈസ്റ്റിൽ നിന്നാണ്. നുർബിന റഷീദ്, കേൾക്കാമോ? നുർബിന, താങ്കൾ ലൈനിലുണ്ടോ? നുർബിന റഷീദാണ്, വനിതാ ലീഗ് നേതാവായിട്ടുള്ള നുർബിന റഷീദാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവരുമായുള്ള ടെലിഫോൺ ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഷാഹിദ, താങ്കൾ ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വനിതാ ലീഗ് നേതാവായിട്ടുള്ള നൂർബിന പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ അവർ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ അത്ര പറയാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാണുന്നവർക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഇതാരാണ് ചെയ്തത്, എത്രമാത്രം ആഭാസകരമാണ് സ്ത്രീയും മതവും ഇവിടെ അപമാനിക്കപ്പെട്ടത് എന്ന രീതിയിൽ താങ്കൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത്? ലീഗ് നേതൃത്വം ഉടൻ ഇടപെടേണ്ട ഒരു സാഹചര്യമല്ലേ? കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കേണ്ട ഒരു ഘട്ടത്തിലല്ലേ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? അതിനകത്ത് നൂർബിന പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ നിജസ്ഥിതി കൂടി പുറത്തു കൊണ്ടുവരണം. ഇവിടെ ലീഗിന്റെ പ്രവർത്തകരാണ് എന്ന് നമ്മൾ പറയുകയും നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് അവര് തലയിൽ കെട്ടിയിരിക്കുന്ന റിബണിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലീഗിന്റെ പ്രവർത്തകരാണ് എന്ന് താങ്കൾ പ്രദാനം ചെയ്യുന്ന
കൈരളി പീപ്പിൾ TV ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരം ഉറപ്പിച്ചിട്ടുണ്ട്. പറയുന്നത് ഉറപ്പിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണിത്. തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് ഒരു വ്യക്തതയുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ആവർത്തിച്ച് ചോദിച്ചത്. കാരണം നൂർബിന റഷീദ് കൂട്ടിച്ചേർത്തത് ഞാനൊന്ന് ഉറപ്പിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് എന്ന്, അങ്ങനെ അവരെന്നല്ല ആരാണെങ്കിൽ പോലും അത്തരത്തിൽ നീചമായ ഒരു പ്രവൃത്തി, അതും തെരുവിൽ ഇത്രയും ആളുകൾ നോക്കി നിൽക്കെ ഒരു സ്ത്രീയുടെ വേഷത്തിൽ ഒരു പുരുഷനാണെങ്കിൽ പോലും ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഇത്തരം ക്രൂരവും നീചവുമായ പ്രവർത്തികളെ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലേബലിലായാലും ഏത് സംഘടനയുടെ അഡ്രസ്സിലായാൽ പോലും അതിനെ ശക്തമായി അപലപിക്കുകയും അത് നടത്തിയ ആളുകൾക്കെതിരെ കർശനമായ നടപടികൾ പാർട്ടി തലത്തിലും നിയമപരമായും നടപ്പിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഓരോ സ്ത്രീയുടെയും അഭിമാനത്തിനേറ്റ കളങ്കമാണിത്. അത്തരത്തിൽ ഇതിനെ കാണുമ്പോൾ ഇതൊരു സ്ത്രീ സമൂഹത്തിനെതിരെയുള്ള, ഒറ്റപ്പെട്ടൊരു സ്ത്രീയോടല്ല, ഒരു സ്ത്രീ സമൂഹത്തിനെതിരെ. കാരണം നാളെയും ഇവിടെ തെരഞ്ഞെടുപ്പുകൾ വരാം, സ്ത്രീകൾ മത്സരരംഗത്തുണ്ടാകാം, വിജയിക്കാം, പരാജയപ്പെടാം. ഇന്ന് ഇതിനെതിരെ ശക്തമായ നടപടികൾ സംഘടനാ തലത്തിലും അതുപോലെ തന്നെ നിയമ നടപടികളും ഉണ്ടായില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാളെയും നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുവാനും സ്ത്രീകൾ സമൂഹത്തിൽ നിന്ന് വീടുകളിലേക്ക്, നമ്മൾ ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ 50% സംവരണം കൊണ്ടുവന്നത് ആ ഉദ്ദേശത്തിൽ നിന്നും സ്ത്രീ സമൂഹം പിന്തിരിഞ്ഞോടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ വ്യക്തമാണ്. ഷാഹിദ കമാൽ, വളരെയധികം നന്ദിയുണ്ട് ഈ സമയം ഞങ്ങളോട് പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, പ്രവർത്തക ഷാഹിന, വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ ഡോക്ടർ TN സീമ MP ഒരിക്കൽ കൂടി ചേരുകയാണ്. ഡോക്ടർ TN സീമ, ഇതിനു മുമ്പ് സംസാരിച്ച അവരൊക്കെയും ഏകസ്വരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടെ നടന്നതാണെങ്കിലും ആര് നടത്തിയതാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം. കേരള സമൂഹത്തിന് അപമാനമാണ്, സ്ത്രീത്വത്തിന് അപമാനം, മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതേ സമയം തന്നെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ കൈമലർത്തുന്ന, ഇതുവരെയും മൗനം വെടിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? സ്ത്രീക്ഷേമ വനിതാക്ഷേമവുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണുള്ളത്. 48 ലക്ഷത്തിലധികം സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് ഈ മന്ത്രിയുടെ കീഴിലാണ്. അപ്പൊ ഈ കേരള സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരടക്കം മുസ്ലിം ലീഗിന്റെ ആയിരിക്കുമ്പോൾ, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും ഇന്നിപ്പോ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ അത് സ്വന്തം പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഈ ആഭാസകരമായിട്ടുള്ള ഈ പ്രവർത്തിക്ക് അതിന്റെ ഉത്തരവാദിത്വം, അതിന് വിശദീകരണം നൽകാൻ, അതിന് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനുണ്ട്. അത് വെറും ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്രമല്ല, ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന വകുപ്പടക്കം കൈയാളുന്നത് മുസ്ലിം ലീഗാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പ്രതികരണം ഉണ്ടാകണം. മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിക്കണം. ഇത് പച്ച റിബൺ കയ്യിൽ കെട്ടുന്നത് മാത്രമല്ല മുസ്ലിം ലീഗ് ആണെന്നത്, ഇത് നാട്ടിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, പട്ടാപ്പകൽ നടന്നൊരു കാര്യമാണ്. ആ പ്രദേശത്ത് മുഴുവൻ ആളുകൾ കാണുന്നുണ്ട്. അതിനകത്ത് ഈ സ്ത്രീവേഷം കെട്ടിയ പ്രതീകം എന്നുള്ള രീതിയിൽ അതിനെ അപമാനിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റ് പരിസരത്ത് നിൽക്കുന്ന ആളുകൾ കാണിക്കുന്ന ചേഷ്ടകൾ കൂടി ഒന്ന് കാണണം. അപ്പൊ ഇത്തരത്തിലുള്ള ആഭാസം കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കാനോ ആണ് മുസ്ലിം ലീഗ് തയ്യാറാകുന്നതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും, സ്ത്രീകളുടെ പ്രതിഷേധമുണ്ടാകും. അത് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒളിച്ചോടാൻ പാടില്ല. ഇത് നിയമ നടപടി ഒരു ഭാഗത്തുണ്ടാവണം. അതോടൊപ്പം തന്നെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ദയവ് ചെയ്ത് ആ സ്ഥാനാർത്ഥിയുടെ പേര് ഇങ്ങനെ വീണ്ടും ആവർത്തിക്കരുത്. നേരത്തെ ഷാഹിദ പറഞ്ഞ പോലെ ഇതൊരു സ്ഥാനാർത്ഥി മാത്രമല്ല, കേരളത്തിലെ പൊതുരംഗത്ത് വരുന്ന അല്ലെങ്കിൽ പ്രചരണത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ലക്ഷക്കണക്കായിട്ടുള്ള സ്ത്രീകളുണ്ട്, സ്ഥാനാർത്ഥികൾ മാത്രമല്ല. അപ്പൊ ഈ എല്ലാ സ്ത്രീകളുടെയും പൊതുരംഗ പ്രവേശത്തിനൊക്കെ എതിരായിട്ട് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെയുള്ള ചില പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള യാഥാസ്ഥിതികമായ നിലപാടുകൾ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സമസ്ത പോലെയുള്ള സംഘടനയുടെ ചില ആളുകൾ, നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ അതിനോടൊക്കെ പ്രതികരിച്ചതിന് ഞാനടക്കമുള്ള ആളുകൾക്ക് വ്യക്തിപരമായ ഒരുപാട് അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നേതാക്കൾ സ്വീകരിക്കുന്ന, മതനേതാക്കൾ അടക്കം സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ ഡോക്ടർ TN സീമ MP സമയപരിമിതി കൊണ്ട് ഇന്ന് ഒന്ന് ഇടപെടുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ജോഷില കൂടി ടെലിഫോണിൽ ചേരുകയാണ്. ജോഷില, മാട്ടൂൽ മടക്കര ഈസ്റ്റിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ഇത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണോ ഇങ്ങനൊരു ആഭാസം അരങ്ങേറിയിരിക്കുന്നത്? ഏത് രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്? വിവരങ്ങൾ
തീർച്ചയായും സുരേഷ്, മാട്ടൂരിലെ 6ാം വാർഡ് സ്ഥാനാർത്ഥി സൈനബയ്ക്കെതിരെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിൽ മറ്റൊരു കാര്യം, ലീഗ് ഓഫീസിന് മുന്നിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് എന്നാണ്. മാട്ടൂരിലെ 6ാം വാർഡിലെ ലീഗ് ഓഫീസിന് മുന്നിൽ വെച്ചാണ് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത്. സ്ത്രീവേഷം കെട്ടി സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു പ്രകടനം, അത് ലീഗിന് അപ്രമാദിത്വമുള്ള ഒരു സ്ഥലം കൂടിയാണ്. SDPI അതുപോലെ തന്നെ ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നു അവിടെ പ്രധാനമായും മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇതിൽ 260 വോട്ടിനാണ് അവിടെ ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചത്. ഇതോടുകൂടി സൈനബയെ അപമാനിക്കുന്ന വിധത്തിൽ വേഷം കെട്ടിക്കൊണ്ട് ലീഗ് ഓഫീസിന് മുന്നിൽ വെച്ച് പ്രവർത്തകർ നടത്തിയ ഈ കാഴ്ചയാണ് പിന്നീട് ഫേസ്ബുക്കുകളിലും വാട്സപ്പുകളിലുമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതിൽ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ SDPI പ്രവർത്തകരും അതുപോലെ തന്നെ സൈനബയെ അടക്കമുള്ളവർ പരാതി കൊടുക്കാൻ പോയപ്പോൾ കണ്ണപുരം പോലീസ് ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. കണ്ണപുരം പോലീസ് ഇത്തരത്തിലൊരു പരാതി സ്വീകരിക്കാൻ കഴിയില്ല, ഈ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് ഇവരെ അറിയിച്ചത്. വനിതാ കമ്മീഷനും അതുപോലെ തന്നെ SP-ക്കും പരാതി കൊടുക്കാൻ വേണ്ടി സൈനബയും SDPI പ്രവർത്തകരും തീരുമാനിച്ചിരിക്കുകയാണ്. സുരേഷ്, വ്യക്തമാണ്. ജോഷിലാണ് വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട വനിതയെ പ്രതീകാത്മക ബലാത്സംഗത്തിന് ഇരയാക്കി ഒരു സംഘം ലീഗ് പ്രവർത്തകരുടെ ആഭാസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പർദ്ദയണിഞ്ഞ വനിതാ സ്ഥാനാർത്ഥിയുടെ ഡമ്മി ഉണ്ടാക്കി അതിനെ അപമാനിക്കുന്ന ദൃശ്യങ്ങളാണ് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നത്. കണ്ണൂർ മാട്ടൂൽ മടക്കര ഈസ്റ്റിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ മടക്കര എന്ന തീരദേശ മേഖലയിലെ ലീഗ് ഓഫീസിൻ്റെ മുന്നിലാണ് ഇത്തരം ആഭാസം അരങ്ങേറിയത് എന്ന കാര്യം കൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്.